തൃക്കരിപ്പൂരിൽ സ്കൂളിന് ഭീഷണിയായി കോൺക്രീറ്റ് വാട്ടർ ടാങ്ക്. കാലപ്പഴക്കം കാരണം തകർച്ചയുടെ വക്കിലെത്തിയതിനാൽ വാട്ടർ അതോറിറ്റി ഉപേക്ഷിച്ച കൂറ്റൻ വാട്ടർ ടാങ്കാണ് നാളുകളായി സ്കൂൾ അധികാരികളുടെ ഉറക്കം കെടുത്തുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. തൃക്കരിപ്പൂർ നഗരമധ്യത്തിലുള്ള ഈ വാട്ടർ ടാങ്ക് നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കൂലേരി ഗവൺമെന്റ് LP സ്കൂളിന് തൊട്ടടുത്താണ് എന്നതാണ് ആശങ്ക ഉയർത്തുന്നത്. 6 പതിറ്റാണ്ട് മുമ്പ് കുടിവെള്ള വിതരണത്തിനായി നിർമ്മിച്ച ടാങ്ക് ഉപയോഗശൂന്യമായിട്ട് തന്നെ വർഷങ്ങളായി. 2 നില കെട്ടിടത്തോളം ഉയരത്തിലുള്ള ഈ ടാങ്കും കിണറും അടക്കമുള്ള സംവിധാനമാണ് ഇവിടെയുള്ളത്. സ്കൂളിലെ പ്രീ പ്രൈമറി ക്ലാസും വാട്ടർ ടാങ്കും വളരെ അടുത്തടുത്താണ് നിലകൊള്ളുന്നത്. ഇതുതന്നെയാണ് നാട്ടുകാരെയും സ്കൂൾ അധികൃതരെയും ഒരുപോലെ ആധിയിലും ഭീതിയിലുമാക്കുന്നത്. ഇത് വാട്ടർ അതോറിറ്റി മുമ്പേ ഇത് ഉപേക്ഷിച്ചതാണ്. പകരം വേറൊരു വാട്ടർ ടാങ്ക് പുതുതായിട്ട് ഒരു കിലോമീറ്റർ അപ്പുറം നിർമ്മിച്ചതിന് ശേഷം ഈ വാട്ടർ ടാങ്ക് ഉപയോഗിക്കാതെ കിടക്കുകയാണ്. യാതൊരു മെയിൻ്റെനൻസ് നടത്താത്തതുകൊണ്ട് തന്നെ അതിൻ്റെ പൈപ്പ് പോലും ഇളകിയിട്ട് വീഴാറായ അവസ്ഥയിലാണ്. നമ്മുടെ പ്രീ പ്രൈമറി ക്ലാസ്സും അതുപോലെ ഉച്ചഭക്ഷണ പുരയും തൊട്ടടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇത് വളരെ നമുക്ക് രക്ഷിതാക്കൾക്ക് വളരെ ആശങ്കയുണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ തന്നെ. അപ്പോൾ അവരുടെയൊക്കെ ഭയം ഉള്ളിൽ എപ്പോഴും ഉള്ളതുകൊണ്ട് കുട്ടികൾ വളരെ പേടിച്ചിട്ടാണ് ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത്. ഏത് നിമിഷവും തകർന്ന് വീഴാറായ അവസ്ഥയിലാണ് ടാങ്ക് ഉള്ളത്. വളരെ പഴക്കം ചെന്ന ടാങ്കാണ്. നിരവധി തവണ അധികാരികൾക്ക് പരാതി കൊടുത്തു എങ്കിലും യാതൊരു നീക്കവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ടാങ്ക് പൊളിച്ചു മാറ്റിയിട്ട് നമ്മുടെ കുട്ടികളെ രക്ഷിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിഷയത്തിന്റെ ഗൗരവം അധികൃതർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. സ്കൂൾ PTA അധികൃതർക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടും നടപടിയായില്ല. ഉപയോഗശൂന്യമായ ടാങ്കും സംവിധാനങ്ങളും പൊളിച്ചുമാറ്റാൻ വാട്ടർ അതോറിറ്റി രേഖാമൂലം അനുമതി തരികയാണെങ്കിൽ ഇതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാണെന്നാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.